ഹായ്, നമസ്കാരം. തുർക്കിയിലെ ഇസ്താംബൂളിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട 7 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പണ്ടത്തെ കോൺസ്റ്റാന്റിനോപ്പിളാണ് ഇന്നത്തെ ഇസ്താംബൂൾ. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മഹത്തരവും സമ്പന്നവുമായ നഗരങ്ങളിലൊന്നായിരുന്നു ഇത്. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഈ നഗരം അതിൻ്റെ പ്രതാപകാലത്ത് വാണിജ്യം, കല, സംസ്കാരം, സൈനിക ശക്തി എന്നിവയുടെ ശക്തി കേന്ദ്രമായിരുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ബോസ്ഫറസ് കടലിടുക്കിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കച്ചവടത്തിൻ്റെ പ്രധാന കവാടം കൂടിയായിരുന്നു ഈ നഗരം. ചരിത്രത്തിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ഞങ്ങളുടെ തുർക്കി യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ പറഞ്ഞു, ഇപ്പോൾ തുർക്കിക്ക് ടൂറിസ്റ്റായിട്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. തുർക്കിയുടെ ഇന്ത്യൻ വിരോധവും പഹൽഗാം സംഭവത്തിന് ശേഷം തുർക്കി പാകിസ്ഥാനെ കൈ അയച്ച് സഹായിച്ചതും കൂടാതെ ഭൂകമ്പങ്ങളുടെ നാടുകൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തുർക്കി യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന്. ഇത് കേട്ടതോടെ വൈഫിന് ആദി കയറി മുറവിളി കൂട്ടാൻ തുടങ്ങി. എൻ്റെ വളരെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഇസ്താംബൂൾ സന്ദർശിക്കുക എന്നുള്ളത്. നമ്മൾ ഏത് സ്ഥലത്തായാലും അതൊരു സേഫ് സോണല്ല. സംഭവിക്കാനുള്ളത് എപ്പോഴായാലും സംഭവിക്കും. സംഭവാമി യുഗേ യുഗേ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ട്രിപ്പ് മുടക്കുന്നില്ല, പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് ഉറപ്പിച്ച് പറഞ്ഞതോടെ അങ്ങനെയാണെങ്കിൽ ഞാനും പോരുന്നുണ്ട് എന്ന് പറഞ്ഞ് കളത്രവും കൂടെ കൂടി. ഇസ്താംബൂളിലെത്തിയ ആദ്യ ദിവസം അവിടെ എത്തിയിരിക്കുന്ന ടൂറിസ്റ്റുകളിൽ 90% ഇന്ത്യൻ വിരോധികളായ അജർബൈജാനികളും പാകിസ്ഥാനികളുമാണ്. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞതുപോലെയായി എൻ്റെ വൈഫിൻ്റെ കാര്യം. പേടി ഒന്നുകൂടി കൂടി. ചരിത്രവും കഥയൊക്കെ നിർത്തി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഇസ്താംബൂളിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം ചോദിക്കുക ഹാഗിയ സോഫിയ കണ്ടോ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാഗിയ സോഫിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ ഇസ്താംബൂളിൽ 2-3 ദിവസമേ ഉള്ളൂ എങ്കിൽ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഈ പറയുന്ന 7 സ്ഥലങ്ങളും. ഹാഗിയ സോഫിയ, ബ്ലൂ മോസ്ക്, തോപ്കാപ്പി പാലസ്, ബാസിലിക്ക സിസ്റ്റൈൻ. ഇത് 4ഉം ഒരു ചത്വരത്തിലാണ്. നടക്കാവുന്ന ദൂരമേ ഇത് തമ്മിലുള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് 4ഉം കാണാവുന്നതാണ്. ഞാനിപ്പോൾ പറയുന്ന 7 സ്ഥലങ്ങളും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അതിൻ്റെ ഒരു ചെറിയ വിവരണം മാത്രമാണ് നൽകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഒന്നാമത് കാണേണ്ട സ്ഥലം ഹാഗിയ സോഫിയ. ഒരു കാലത്ത് പള്ളിയും പിന്നീട് മോസ്കും അതിനുശേഷം മ്യൂസിയവുമായിരുന്ന ഹാഗിയ സോഫിയ ഇപ്പോൾ വീണ്ടും മോസ്കായി മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ വാസ്തുവിദ്യയും ചരിത്രവും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. AD 537 ബൈസന്റൈൻ ചക്രവർത്തി ജസ്റ്റീനിയൻ ഒന്നാമൻ ചർച്ച് ഓഫ് ഹോളി വിസ്ഡം എന്ന പേരിൽ ഒരു ക്രിസ്ത്യൻ കത്തീഡ്രലായി ഇത് നിർമ്മിച്ചു. ഏകദേശം 900 വർഷത്തോളം ഇത് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ പ്രധാന ആരാധനാലയമായിരുന്നു. 1453 ഓട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിനു ശേഷം സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ ഹാഗിയ സോഫിയയെ ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റി. ഈ സമയത്താണ് കെട്ടിടത്തിന് മിനാരങ്ങൾ കൂട്ടിച്ചേർത്തത്. ഹാഗിയ സോഫിയ നിലവിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന സ്മാരകമാണ്. മതപരമായ പ്രാധാന്യത്തിനപ്പുറം വാസ്തുവിദ്യയിലും ചരിത്രത്തിലും ഇതിന് വലിയൊരു പങ്കുണ്ട്. അടുത്തത് ബ്ലൂ മോസ്ക്. നീല നിറത്തിലുള്ള ടൈല് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ മോസ്ക് ഇസ്താംബൂളിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. ഇത് സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. തുർക്കിയിലെ ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു പള്ളിയാണിത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാസ്തുവിദ്യ വിസ്മയങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഓട്ടോമൻ സുൽത്താൻ അഹമ്മദ് ഒന്നാമന്റെ ഭരണകാലത്ത് 1609 1616 ഇടയിലാണ് ബ്ലൂ മോസ്ക് നിർമ്മിച്ചത്. സുൽത്താൻ അഹമ്മദ് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ശക്തിയും ഭക്തിയും ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചു. അക്കാലത്ത് ഹാഗിയ സോഫിയ ആയിരുന്നു ഇസ്താംബൂളിലെ ഏറ്റവും വലിയ ആരാധനാലയം. അതിനെ കടത്തിവെട്ടുന്ന ഒരു കെട്ടിടം നിർമ്മിക്കാനാണ് സുൽത്താൻ ലക്ഷ്യമിട്ടത്. ഓട്ടോമൻ വാസ്തുവിദ്യയുടെ ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. തോപ്കാപ്പി പാലസ്. തുർക്കിയിലെ ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ ഒരു കൊട്ടാരമാണിത്. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ സുൽത്താൻമാരുടെ പ്രധാന വാസസ്ഥലവും ഭരണസിരാ കേന്ദ്രവുമായിരുന്നു ഇത്. ഇവിടെയുള്ള ആഭരണങ്ങളും പുരാവസ്തുക്കളും വളരെ ആകർഷകമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിനു ശേഷം സുൽത്താൻ മെഹമ്മദ് രണ്ടാമനാണ് 1459 ടോപ്കാപ്പി പാലസിന്റെ നിർമ്മാണം ആരംഭിച്ചത്.
1465-നും 1478-നും ഇടയിൽ ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി. ഏനീസാരെ, അതായത് പുതിയ കൊട്ടാരം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് ഇതിന് ടോപ്പ് കാപ്പി അല്ലെങ്കിൽ പീരങ്കി കവാടം എന്ന അർത്ഥം വരുന്ന പേര് ലഭിച്ചത്. നൂറ്റാണ്ടുകളായി വിവിധ സുൽത്താൻമാരുടെ ഭരണത്തിൻ കീഴിൽ ഈ കൊട്ടാരം നിരവധി തവണ പുതുക്കി പണിയുകയും വികസിപ്പിക്കുകയും ചെയ്തു. ബസിലിക്ക സിസ്റ്റൈൻ പുരാതന റോമൻ കാലഘട്ടത്തിലെ ഒരു ഭൂഗർഭ ജലസംഭരണിയാണിത്. മനോഹരമായ തൂണുകളും നിഗൂഢമായ അന്തരീക്ഷവും ഇവിടത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് മെഡൂസയുടെ തലയുള്ള തൂണുകൾ ശ്രദ്ധേയമാണ്. ഇസ്താംബൂളിലെ അതിശയിപ്പിക്കുന്ന ഒരു ചരിത്ര നിർമ്മിതിയാണിത്. നഗരത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പുരാതന ജലസംഭരണിയാണിത്. AD 6-ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ഒന്നാമന്റെ ഭരണകാലത്താണ് ബസിലിക്ക സിസ്റ്റൈൻ നിർമ്മിക്കുന്നത്. ഈ സ്ഥലത്ത് മുൻപ് ഒരു വലിയ ബസിലിക്ക ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതിനെ ബസിലിക്ക സിസ്റ്റൈൻ എന്ന പേര് ലഭിച്ചത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ ഗ്രേറ്റ് പാലസിനും സമീപത്തുള്ള മറ്റു കെട്ടിടങ്ങൾക്കും ശുദ്ധജലം എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. നഗരത്തിന് പുറത്തുനിന്ന് ജലവാഹക പൈപ്പുകൾ വഴിയാണ് ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. ഗ്രാൻഡ് ബസാർ ഇസ്താംബൂളിലെ ഏറ്റവും വലുതും പഴയതുമായ കവർ ചെയ്ത മാർക്കറ്റുകളിൽ ഒന്നാണിത്. ഗ്രാൻഡ് ബസാർ തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ്. 1455-ൽ സുൽത്താൻ മെഹമ്മദ് രണ്ടാമനാണ് ഗ്രാൻഡ് ബസാറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1453-ൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിനു ശേഷം നഗരത്തിന്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടാണ് ഇത് പണിതത്. തുടക്കത്തിൽ 2 കെട്ടിടങ്ങളായാണ് ഇത് തുടങ്ങിയതെങ്കിലും നൂറ്റാണ്ടുകളായി ഇത് വികസിപ്പിക്കുകയും കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടോടെ ഇതൊരു വലിയ സമുച്ചയമായി മാറി. പല ഭൂകമ്പങ്ങളിലും തീപിടുത്തങ്ങളിലും ബസാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഓരോ തവണയും ഇത് പുനർനിർമ്മിക്കപ്പെട്ടു. കവർ ചെയ്ത 61 തെരുവുകളും 4000-ത്തിലധികം കടകളും റെസ്റ്റോറന്റുകളും പള്ളികളും അടങ്ങുന്ന ഒരു വലിയ സമുച്ചയമാണ് ഗ്രാൻഡ് ബസാർ. എല്ലാ ദിവസവും ഏകദേശം 25 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, പുരാതന വസ്തുക്കൾ, പരവതാനികൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, തുർക്കിഷ് ഡിലൈറ്റ്, വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഡോൾമാബാച്ചെ പാലസ് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ അവസാന കാലത്തെ സുൽത്താൻമാർ താമസിച്ചിരുന്ന ഈ കൊട്ടാരം യൂറോപ്യൻ വാസ്തുവിദ്യയുടെയും ഓട്ടോമൻ ശൈലിയുടെയും മനോഹരമായ സംയോജനമാണ്. ആഡംബരവും വിശാലമായ ഇന്റീരിയറുകളും ഇവിടത്തെ പ്രത്യേകതയാണ്. തുർക്കിയിലെ ഇസ്താംബൂളിൽ ബോസ്ഫറസ് കടലിടുക്കിന്റെ യൂറോപ്യൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ കൊട്ടാരം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടത്തിലെ പ്രൗഢിയുടെയും ആധുനികവൽക്കരണത്തിന്റെയും പ്രതീകമാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ 31-ാമത്തെ സുൽത്താനായിരുന്ന അബ്ദുൾ മെസിദ് ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം 1843-നും 1856-നും ഇടയിലാണ് ഡോൾമാബാച്ചെ പാലസ് നിർമ്മിച്ചത്. യൂറോപ്യൻ രാജകീയ കൊട്ടാരങ്ങളോട് കിടപിടിക്കുന്ന ഒരു ആധുനിക കൊട്ടാരം വേണമെന്ന് സുൽത്താൻ ആഗ്രഹിച്ചു. മുൻപ് ടോപ്പ് കാപ്പി പാലസ് ആയിരുന്നു ഓട്ടോമൻ സുൽത്താൻമാരുടെ പ്രധാന വസതി. എന്നാൽ 19-ാം നൂറ്റാണ്ടോടെ ടോപ്പ് കാപ്പി പാലസ് ആധുനിക സൗകര്യങ്ങളിൽ പിന്നോട്ട് പോയതിനാൽ ഡോൾമാബാച്ചെ പാലസ് പുതിയ ഭരണസിരാ കേന്ദ്രമായി മാറി. ഡോൾമാബാച്ചെ എന്ന പേരിന് നിറച്ച പൂന്തോട്ടം എന്നാണ് അർത്ഥം. കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുമ്പ് ബോസ്ഫറസിലെ ഒരു ചെറിയ ഉൾക്കടലായിരുന്നു. അത് പിന്നീട് മണ്ണിട്ട് നികത്തി പൂന്തോട്ടമാക്കി മാറ്റിയതിനാലാണ് ഈ പേര് ലഭിച്ചത്. 7-ാമത്തേതും അവസാനത്തേതുമായത് ബോസ്ഫറസ് ക്രൂയിസ് ആണ്. ഇസ്താംബൂളിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര അനുഭവങ്ങളിൽ ഒന്നാണിത്. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന ബോസ്ഫറസ് കടലിടുക്കിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര, ഇസ്താംബൂളിന്റെ മനോഹരമായ കാഴ്ചകൾ വെള്ളത്തിൽ നിന്ന് ആസ്വദിക്കാൻ ഇത് സന്ദർശകരെ സഹായിക്കുന്നു. ബോസ്ഫറസ് കടലിടുക്ക് ബ്ലാക്ക് സീയെയും മർമര കടലിനെയും ബന്ധിപ്പിക്കുന്നു. ഇത് ഇസ്താംബൂൾ നഗരത്തെ യൂറോപ്യൻ ഭാഗമായും ഏഷ്യൻ ഭാഗമായും വിഭജിക്കുന്നു. ചരിത്രപരമായും തന്ത്രപരമായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ജലപാതയാണ്. ഈ 7 സ്ഥലങ്ങളും ഇസ്താംബൂൾ നഗരത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ സമ്പന്നത വിളിച്ചോതുന്ന അതുല്യ കാഴ്ചകളാണ്. ബൈസന്റൈൻ, ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ ഈറ്റില്ലമായ ഈ നഗരം ഈ പൈതൃകങ്ങളെല്ലാം സന്ദർശകർക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. ഓരോ സ്മാരകവും അതിൻ്റെതായ കഥകൾ പറയുകയും ചെയ്യുന്നു. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഫോസ്ഫറസ് കടലിടുക്കിലൂടെയുള്ള യാത്ര ഇസ്താംബൂളിന്റെ വൈവിധ്യമാർന്ന സൗന്ദര്യത്തെ പൂർണ്ണമാക്കുകയും ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.